സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ അടുത്ത ലക്ഷ്യസ്ഥാനം എവിടെയാണ്? അതോ ഇതിനകം സന്ദർശിച്ച ഏതെങ്കിലും സ്ഥലത്തെക്കുറിച്ച് ഓർമ്മകൾ പങ്കുവയ്ക്കാനാണോ? പത്തനംതിട്ട ജില്ല പ്രകൃതിരമണീയമായ ഒട്ടേറെ സ്ഥലങ്ങളാൽ സമ്പന്നമാണ്. പ്രധാനമായും ശബരിമല ക്ഷേത്രം അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ്. കൂടാതെ പമ്പാ നദിയും അവിടുത്തെ പ്രകൃതി ഭംഗിയും വളരെ ആകർഷകമാണ്. ഗവി, കോന്നി ആനക്കൂട്, പെരുന്തേനരുവി, വെള്ളച്ചാട്ടം എന്നിവയും പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. മലകളും നദികളും നിറഞ്ഞ ഒരു പ്രദേശമാണ് പത്തനംതിട്ട. നിങ്ങൾക്ക് ഏതുതരം സ്ഥലങ്ങളാണ് കൂടുതൽ ഇഷ്ടം? ഗവി വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടുതന്നെ അവിടെ ധാരാളം വന്യമൃഗങ്ങളെ കാണാൻ സാധിക്കും. ആന, കാട്ടുപോത്ത്, മ്ലാവ്, വിവിധ തരം പക്ഷികൾ എന്നിവയെല്ലാം അവിടുത്തെ പ്രധാന കാഴ്ചകളാണ്. കൂടാതെ നിത്യഹരിത വനങ്ങളും പുൽമേടുകളും തടാകങ്ങളും നിറഞ്ഞ മനോഹരമായ പ്രകൃതിയും നിങ്ങളെ ആകർഷിക്കും. ട്രെക്കിംഗ്, ബോട്ടിംഗ് തുടങ്ങിയ സൗകര്യങ്ങളും അവിടെയുണ്ട്. സാഹസിക യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരിടമാണ് ഗവി. ഗവിയിലേക്ക് പോകാൻ പ്രധാനമായും ജീപ്പുകളാണ് ആശ്രയിക്കാറ്. വനത്തിലൂടെയുള്ള യാത്രയ്ക്ക് ജീപ്പുകളാണ് ഏറ്റവും അനുയോജ്യം. സ്വന്തം വാഹനങ്ങളിൽ പോകാൻ പ്രത്യേക അനുമതി വാങ്ങേണ്ടതുണ്ട്. കെഎസ്ആർടിസി ബസ്സുകളും പത്തനംതിട്ടയിൽ നിന്ന് ഗവിയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. എന്നാൽ അവയുടെ എണ്ണം പരിമിതമാണ്. യാത്രയ്ക്ക് മുൻപ് ഗതാഗത സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നത് നല്ലതാണ്. ഗവിയിൽ താമസിക്കാനുള്ള സൗകര്യങ്ങൾ പരിമിതമാണ്. വനം വകുപ്പിന്റെ കീഴിലുള്ള ഏതാനും ഗസ്റ്റ് ഹൌസുകളും ചില സ്വകാര്യ റിസോർട്ടുകളും ഉണ്ട്. മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഏതുതരം താമസ സൗകര്യമാണ് ആവശ്യം? ഗവിയിൽ അധികം റിസോർട്ടുകൾ ഇല്ല. എങ്കിലും പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന ചില റിസോർട്ടുകളും ഹോം സ്റ്റേകളും കണ്ടെത്താൻ സാധിക്കും. നേരത്തെ ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് ബഡ്ജറ്റിനനുസരിച്ചുള്ള റിസോർട്ടുകളാണോ വേണ്ടത്? പത്തനംതിട്ടയിൽ മറ്റു നിരവധി സ്ഥലങ്ങളുണ്ട്. ആറന്മുള ക്ഷേത്രം, അവിടുത്തെ ഉത്രട്ടാതി വള്ളംകളി എന്നിവ വളരെ പ്രസിദ്ധമാണ്. കോന്നിയിലെ ആനക്കൂടും പെരുന്തേനരുവിയിലെ വെള്ളച്ചാട്ടവും കാണേണ്ട സ്ഥലങ്ങളാണ്. കൂടാതെ കാടിന്റെ ഭംഗി ആസ്വദിക്കാൻ ഗവിക്ക് പുറമെ റാന്നി, കോന്നി എന്നിവിടങ്ങളിലെ വനമേഖലകളും തെരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് ഏതുതരം യാത്രകളോടാണ് താൽപ്പര്യം? അങ്ങനെയെങ്കിൽ പത്തനംതിട്ട താങ്കൾക്ക് വളരെ ഇഷ്ടപ്പെടും. ഗവിയിലെ വനയാത്രയും പെരുന്തേനരുവിയിലെ വെള്ളച്ചാട്ടവും പമ്പാ നദിയുടെ തീരങ്ങളുമൊക്കെ ചേർന്നുള്ള യാത്ര ഒരു പുതിയ അനുഭവമായിരിക്കും. യാത്രയ്ക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും പ്രത്യേക പദ്ധതികൾ മനസ്സിലുണ്ടോ? ശബരിമല, പരുമലപ്പള്ളി, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, മലയാളപ്പുഴ ദേവീക്ഷേത്രം, കൊന്നി ആനക്കൂട്, പെരുന്തേനരുവി വെള്ളച്ചാട്ടം എന്നിവയാണ് പത്തനംതിട്ടയിലെ മറ്റു പ്രധാന സ്ഥലങ്ങൾ. ചരിത്രവും പ്രകൃതിയും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ പ്രദേശമാണിത്. നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാം. പത്തനംതിട്ടയിലെ പ്രധാന സ്ഥലങ്ങളിലേക്ക് പൊതുവെ ബസ്,
ടാക്സി തുടങ്ങിയ വാഹനങ്ങൾ ലഭ്യമാണ്. ശബരിമലയിലേക്ക് പ്രത്യേക ബസ് സർവീസുകൾ ഉണ്ടാകും. ഗവിയിലേക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീപ്പുകളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. യാത്രയ്ക്ക് പോകുന്നതിന് മുൻപ് വാഹന ലഭ്യതയും സമയവും ഉറപ്പുവരുത്തുന്നത് നല്ലതാണ്.